വോട്ട് ഷെയറിനെ ഇനി സീറ്റ് ഷെയർ ആക്കണം എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അതിൽ BJP ഇതുവരെ ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്നെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ശ്രീ പിണറായി വിജയനാണ്. വലിയ കരടാണ് എന്ന് തോന്നിയത് ശ്രീ പിണറായി വിജയനാണ്. അത് അഴിമതി വിരുദ്ധ സെമിനാറിലാണ്. അഴിമതി വിരുദ്ധ സെമിനാറിൽ വാഴകൃഷിയെ പറ്റി അല്ലല്ലോ സംസാരിക്കേണ്ടത്, അഴിമതിയെ പറ്റിയാണ്. ഇതിക്കെതിരെ സംസാരിച്ചതിന് ശ്രീ പിണറായി വിജയൻ എന്നെ സസ്പെൻഡ് ചെയ്തു. നമ്മുടെ ഈ സിസ്റ്റത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അഴിമതി സിസ്റ്റത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സങ്ങളെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. അഴിമതിക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. നമസ്കാരം. ഇന്ന് വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് മീഡിയ മംഗളത്തോടൊപ്പം ഉള്ളത്. അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ സംസ്ഥാനത്ത് വലിയൊരു കുരിശുയുദ്ധത്തിന് ആരംഭം കുറിച്ച ഒരു വ്യക്തിത്വം. ഒരു പുസ്തകം എഴുതി എന്ന കാരണം കൊണ്ട് അധികാര കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ കണ്ണിലെ കരടായി മാറിയ ഒരു സത്യസന്ധനായ IPS ഓഫീസർ, വിശേഷണങ്ങൾക്ക് അതീതനായ ഡോക്ടർ ജേക്കബ് തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത്. നമസ്കാരം സർ. നമസ്കാരം സാറേ. ആദ്യം തന്നെ നമുക്ക് സാറിൻ്റെ ഒരു മോട്ടോ, അത് അഴിമതി വിരുദ്ധ കേരളമാണ്. സാറിൻ്റെ പുസ്തകത്തിൽ എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്ത ഒരു വാക്യമുണ്ട്. അത് അഴിമതിക്കെതിരെയുള്ള നമ്മുടെ പ്രതികരണമാണ് വേണ്ടത് എന്നതാണ്. പോരാട്ടങ്ങൾ അത് സ്വാഭാവികമായും നടന്നു പോയിക്കോളും, പ്രതികരണമാണ് ആവശ്യമെന്നാണ് താങ്കൾ പറഞ്ഞത്. ആ ഒരു ദൃഷ്ടാന്തത്തിലേക്ക് എത്താൻ എന്താണ് കാരണമായത്? ഒന്ന്, നമ്മളെല്ലാവരും ഒരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുപോലെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭിവൃദ്ധി എന്ന് മലയാളത്തിൽ പറയുന്നത്, അത് അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാനാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ അമേരിക്കയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്, അല്ലെങ്കിൽ മജോറിറ്റി ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ച് നല്ലതാണ്. നല്ല റോഡുകളുണ്ട്, നല്ല ചികിത്സാ സൗകര്യങ്ങൾ അവിടെ കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും. ഇവിടുന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പോഴും ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ കുറേ യൂണിവേഴ്സിറ്റികൾ മുകളിൽ വരുന്നത് അമേരിക്കയിലാണ് ഏറ്റവും അധികം. അതുപോലെ ഒരു നല്ല ശാസ്ത്രജ്ഞനാകണമല്ലോ, നോബൽ പ്രൈസുകൾ ഏറ്റവും അധികം കിട്ടുന്നത് അവിടെ നിന്നാണ്. നല്ല ശാസ്ത്രജ്ഞനാകുന്നതിന് അതിനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ, ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. പിന്നെ ഒരു ബിസിനസ്, ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിനുള്ള എല്ലാവിധ സപ്പോർട്ട് സിസ്റ്റവും അവിടെയുണ്ട്. അതൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്, ബിസിനസ് സപ്പോർട്ട് സിസ്റ്റം അതവിടെയുണ്ട്. അവിടെ എത്രയോ ആൾക്കാർ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ, സുക്കർബർഗൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ബിസിനസ് ആശയം വന്നു. എത്ര വേണേലും നമുക്ക് ബിസിനസ് തുടങ്ങാം, അത് ഫ്ലറിഷ് ചെയ്യാം. അതിനവിടെ ആരും കൊടികുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ്, നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ അത് മുഴുവൻ പ്രകടിപ്പിക്കാനും അത് പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യമുള്ളൊരു സ്ഥലത്ത് താമസിക്കാനാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് പോകാതെ അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളിവിടുന്ന് വേറൊരു നാട്ടിൽ പോയി അവിടുത്തെ ഒരു രണ്ടാംകിട സിറ്റിസണായിട്ടോ താമസിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഒറിജിനലാണല്ലോ. അപ്പോൾ ഈ ഒറിജിനൽ ജനിച്ച സ്ഥലത്ത് തന്നെ, ജന്മനാട്ടിൽ തന്നെ താമസിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ പറ്റത്തില്ല. കുറച്ചുകൂടെ നല്ല ഇത് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പിള്ളേർ പഠിക്കാൻ വേണ്ടിയും അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഏറ്റവും അധികം ഒരു വിസയ്ക്ക് ക്യൂ നിൽക്കുന്നത് ഇന്ത്യയിൽ അമേരിക്കൻ എംബസിയുടെ മുമ്പിലാണ്. അത് ഒരു ഫാക്റ്റാണ്. നമ്മൾ എത്ര അമേരിക്കയെ കുറ്റം പറഞ്ഞാലും, മുതലാളിത്തത്തെ കുറ്റം പറഞ്ഞാലും ശരി, ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുടെ മുമ്പിലാണ് ഏറ്റവും നീണ്ട ക്യൂ. വേറെ ഒരു എംബസിയുടെ ഫ്രണ്ടിലും അല്ല. അതേസമയം നമ്മൾ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ എംബസിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയുള്ള വലിയ ക്യൂ ഒന്നും അവിടെ ഇല്ല. ഞാൻ പോയിട്ടുണ്ട്, കാനഡയിലെ ഇന്ത്യൻ എംബസിയുടെ അവിടെ പോയിട്ടുണ്ട്, അമേരിക്കയുടെ പോയിട്ടുണ്ട്, ന്യൂസിലൻഡിലെ ഇന്ത്യൻ എംബസി, അവിടെ ഒന്നും ക്യൂ ഇല്ല. അപ്പം ഇവിടെ പക്ഷേ ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പോകാൻ അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ കുറച്ചുകൂടെ നല്ലതാണ് എന്നുള്ള ഒരു കാര്യം. രണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കഴിവ് എന്താണോ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ അതങ്ങനെ നമ്മൾ ആകാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അഴിമതിയാണ്. അഴിമതി ഇപ്പോൾ പണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ 100 രൂപ
ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 15 രൂപയെ ബെനിഫിഷ്യറിക്ക്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ, ആരുടെ ഉന്നമനത്തിന് വേണ്ടിയാണോ, ആരുടെ വെൽഫെയറിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി 15 രൂപ അവിടെ എത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ അഴിമതി പോവുകയാണ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 1980-കളിൽ പറഞ്ഞതാണ്. അത് 40 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യാസം വരണ്ടേ? ആ സമയത്തൊക്കെ ഞാൻ പഠിക്കുന്നൊരു സമയമാണ്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട്, നമ്മൾ എനിക്ക് വേണമെങ്കിൽ പുറത്ത് അമേരിക്കയിൽ പോയി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജീവിക്കാനുള്ള, എനിക്ക് അവിടെ സ്കോളർഷിപ്പും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും ഒക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകാതെ ഇവിടെ നിന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് അതേപോലെ പറ്റുമെങ്കിൽ ഇവിടെ ആക്കുക എന്നുള്ള ഒരു ജന്മനാടിനോടുള്ള ഒരു താല്പര്യം എന്നുള്ള, പിന്നെ ഇവിടെ നമ്മൾ ഒറിജിനലായിട്ട് ജീവിക്കാമല്ലോ, നമ്മുടെ ജന്മനാട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തടസ്സം, അവിടുത്തെ പോലെ ആകാത്തതിൻ്റെ തടസ്സം അഴിമതിയാണ് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, രാജീവ് ഗാന്ധി. അപ്പോൾ ആ അഴിമതിക്കെതിരെ ആണല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പഴം പച്ചക്കറി കൃഷി ചെയ്യുന്ന ആ ഒരു മേഖലയെ നമ്മൾ പറയാറുണ്ട്, ഉൽപ്പാദനത്തിൻ്റെ 40% വേസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ 40% വേസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം ഇപ്പോൾ ഉള്ളതിൻ്റെ അത്രയും കുറച്ച് മതിയല്ലോ. അല്ലെങ്കിൽ അത്രയും വേസ്റ്റായിട്ട് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയയിൽ ഇത് കൃഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ള പണത്തിനെ അത് ചില വ്യക്തികളുടെ പോക്കറ്റിലേക്ക് പോകുന്നതിന് പകരം അത് നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട് തീർച്ചയായിട്ടും നന്നാകും. അപ്പോൾ അതിന് പലപ്പോഴും ഈ അഴിമതി എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് അറിയണമെന്നില്ല, അവർക്കറിയില്ല. കാരണം ഇതെല്ലാം വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. അതൊന്നും പരസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ കുറേയധികം ടെക്നോളജിയും മറ്റ് രാജ്യങ്ങളിൽ ഈ പറഞ്ഞ സ്വിസ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ സ്വിസ് മാത്രമൊന്നുമല്ല, പല മെത്തേഡുകളുണ്ട് അഴിമതിക്ക് വേണ്ടിയിട്ട്. അതൊന്നും ഇവിടെ സാധാരണ മനുഷ്യർക്കൊന്നും അതിനെപ്പറ്റി അറിയണമെന്നില്ല. പക്ഷെ ഞാൻ വിജിലൻസിലും അല്ലാതെ സിവിൽ സർവീസിലും ഇതിനെപ്പറ്റി കുറേ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെ എനിക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നറിയാം, ആരാണ് ചെയ്യുന്നതെന്നറിയാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാറേ, അഴിമതിക്കെതിരെ ഒരു കർശനമായ നിലപാട് താങ്കൾ എടുത്തപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെ കണ്ണിലെ കരടായി അങ്ങ് മാറി. സ്വാഭാവികമാണത്. പിന്നെ മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഒരു സാധാരണ പൗരൻ, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വിജിലൻസ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ വിജിലൻസ് എന്തിനാണ്, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ദൗത്യം എന്താണ്, വിജിലൻസിൽ എങ്ങനെ ഒരു സാധാരണക്കാരന് സമീപിക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നീതി ലഭ്യമാക്കി കൊടുക്കാമെന്നൊക്കെ കാണിച്ചു തന്ന ഒരു വിജിലൻസ് മേധാവി താങ്കളായിരുന്നു. സത്യം പറഞ്ഞാൽ വിജിലൻസ് കൂട്ടിലിട്ട തത്തയായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തുറന്നു വിടാനുള്ള ഒരു വലിയ ആർജവം കാണിച്ചൊരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അങ്ങ്. അതൊക്കെ വലിയ തോതിൽ ഈ ഭരണകർത്താക്കളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഒക്കെ കണ്ണിലെ കരടാകാൻ കാരണമായില്ലേ? ഈ അഴിമതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ, അഴിമതിക്കെതിരെ നിലപാടുകളും നടപടികളും എടുക്കുമ്പോൾ ആരുടെയൊക്കെ കണ്ണിലെ കരടായോ ഞാൻ, അവരഴിമതിക്കാരാണ്, അവരാണ് അഴിമതി കാണിക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണ ലോജിക്കാണല്ലോ. അപ്പോൾ എന്നെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ ഏറ്റവും അധികം വലിയ കരടാണ് എന്ന് തോന്നിയത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ഞാൻ ഒരു അഴിമതി വിരുദ്ധ സെമിനാറിലാണ്. അഴിമതി വിരുദ്ധ സെമിനാറിൽ വാഴകൃഷിയെ പറ്റി അല്ലല്ലോ സംസാരിക്കേണ്ടത്, അഴിമതിയെ പറ്റിയാണ്. അതും യുണൈറ്റഡ് നേഷൻസിൻ്റെ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ ഒരു സെമിനാറിൽ, ഗാന്ധി സ്മാരക നിധി സംഘടിപ്പിച്ച സെമിനാറിൽ ഞാൻ അഴിമതിക്കെതിരെ സംസാരിച്ചതിന് ശ്രീ പിണറായി വിജയൻ എന്നെ സസ്പെൻഡ് ചെയ്തു. ശ്രീ പിണറായി വിജയനാണ് സസ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആർക്കും എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ശ്രീ പിണറായി വിജയന് തീരുമാനിക്കാതെ അങ്ങനെ ഒരു തീരുമാനം വേറെ ഒരു ഉദ്യോഗസ്ഥനും കേരളത്തിൽ, വേറൊരു മന്ത്രിക്കും കേരളത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീ പിണറായി വിജയനാണ് അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന, അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം എന്ത് സിസ്റ്റമാണ്? അഴിമതി സിസ്റ്റമാണ്. അപ്പോൾ ഈ അഴിമതി സിസ്റ്റത്തിൽ അതിനുശേഷം നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. 2019 ശ്രീ പിണറായി വിജയൻ CBI ഇവിടെ അന്വേഷണം നടത്താൻ വരണ്ട, അതായത് CBI അന്വേഷണത്തിന് അതുവരെ കൊടുത്തിരുന്ന NOC അദ്ദേഹം പിൻവലിച്ചു. CBI അന്വേഷിക്കുക, കാരണം CBIയും അഴിമതി വിരുദ്ധ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അഴിമതി വിരുദ്ധ അന്വേഷണം CBI നടത്തണ്ട എന്ന് 2019 ഉത്തരവിറക്കിയത് ശ്രീ പിണറായി വിജയനാണ്. അതിനു മുമ്പുള്ള ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി എടുത്തില്ല, ഇച്ഛനാഥൻ എടുത്തില്ല, AK എടുത്തില്ല, കരുണാകരൻ എടുത്തില്ല, നയനാർ എടുത്തില്ല, ആരും എടുത്തില്ല.
ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ എടുത്തെങ്കിൽ അദ്ദേഹം അഴിമതി സിസ്റ്റത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സങ്ങളെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. ഒരു തടസ്സം ഞാനായിരുന്നു. രണ്ടാമത് CBI കേരളത്തിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ CBIക്കുള്ള ആ NOC എടുത്തു കളഞ്ഞ് 2019. അതിനുശേഷം ED വന്ന് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചപ്പോഴത്തേനും അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ EDക്കെതിരെ പ്രഖ്യാപിച്ചതും പിണറായി വിജയനാണ്. അതിനുശേഷം EDക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ അഴിമതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളെയൊക്കെ തടസ്സപ്പെടുത്തുകയും അങ്ങനത്തെ അതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടിമിന്നൽ പറ്റി അല്ലെങ്കിൽ തീ കത്തി എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഇന്ന് ഈ അഴിമതി സിസ്റ്റത്തിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്ന ആൾ തന്നെയാണ്. സാറേ, അതേപോലെ ഈ നിരന്തരം 2016 മുതൽ LDF അതായത് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ ഒന്നല്ലാതൊന്ന് വിവാദങ്ങളാണ്. നമുക്കറിയാം വലിയൊരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായത് 2018 ശബരിമലയിലെ യുവതീ പ്രവേശനം. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും അതിനെതിരായിരുന്നുവെങ്കിലും ചില ആളുകളുടെ കക്ഷികളുടെ സ്വാർത്ഥ താല്പര്യം അതവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ അവർ കുറേയൊക്കെ വിജയിച്ചു. അതിനുശേഷം തൊട്ട് ശബരിമല ഒരു കേന്ദ്രീകൃത ബിന്ദുവായിരുന്നല്ലോ. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നത്, അതും അഴിമതിയാണല്ലോ സാറേ. അത് നമുക്കറിയാം, ഏറ്റുമാനൂരപ്പൻ്റെ ഒരു മാലയിലെ ഒരു പവിഴമുത്ത് പോയത്, മാവേലിക്കരയിലെ ഒരു ദേവസ്വത്തിൻ്റെ മരാമത്ത് പണിയിലെ വലിയ പ്രശ്നം, അതേപോലെ നിലയ്ക്കലിലെ മെസ്സ് നടത്തിപ്പിലെ അഴിമതി, ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു ദേവസ്വത്തിലെ ഒരു വിജിലൻസ് SP ഉണ്ടായിരുന്നു. P. ബിജോയ് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഈ പറയുന്ന സർക്കാർ മുൻകൈ എടുത്താണ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത്. അപ്പം സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ LDF സർക്കാരിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അവരുടെ റാൻമൂളികൾക്ക് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതാണോ ഈ MR അജിത് കുമാറിൻ്റെയൊക്കെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്? ഒരു അഴിമതി സിസ്റ്റം വളരെ പ്രബലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുകയോ അഴിമതിക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ വളഞ്ഞിട്ടാക്രമിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു DGP റാങ്കിലുള്ള ഒരാൾ നേരത്തെ വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്നു, അദ്ദേഹത്തിന് ഒരു NOC കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെടുത്തുന്നു. DGP റാങ്കിലുള്ള പേര് ഞാൻ മറന്നു വരുന്നു, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാൾ, കേരളത്തിലേക്കായിട്ടുള്ള. അതുപോലെ കാർഷികോത്പാദന കമ്മീഷണറായിരുന്ന ഒരു IAS ഓഫീസറിനെയും ഒരു 9 മാസത്തിനിടയ്ക്ക് 3 മാസം ട്രാൻസ്ഫർ ചെയ്യുന്നു. കാരണം അദ്ദേഹമൊക്കെ അഴിമതിക്കെതിരെ നിലപാടിലാണ്. അതുപോലെ പ്രശാന്ത് എന്ന് പറഞ്ഞ IAS ഓഫീസറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ എനിക്ക് തന്നെ അറിയാം, പോലീസിലും വിജിലൻസിലും മറ്റു വകുപ്പുകളിലുമൊക്കെ അഴിമതിക്കെതിരെ നിലപാടെടുത്തവരെ അല്ലെ അഴിമതിക്കെതിരെ പ്രതികരിച്ചവരെയൊക്കെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അവരെ വേട്ടയാടുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടി നിർബാധം പിണറായി വിജയൻ ഈ ഭരണത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ഒരാളാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ആൾ. കാരണം ഇദ്ദേഹത്തെ ഈ സിസ്റ്റത്തിൽ വെച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് അഴിമതി കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അല്ലേ ഞാൻ അവിടെ തുടരുന്നതിൽ പുള്ളിക്ക് എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല. പക്ഷേ ഞാൻ അഴിമതിക്കെതിരെ ഒരു നിലപാടുള്ള വ്യക്തിയാണെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് അതിനെതിരെ പ്രതികരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വെച്ച് ഉറപ്പിച്ചാൽ ഈ അഴിമതി സിസ്റ്റം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള നടപടിയെടുത്ത വ്യക്തി പിണറായി വിജയനാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എത്രയോ വ്യക്തികളെ അഴിമതിക്കെതിരെ നിലപാടുള്ളവരെ നടപടിയുള്ളവരെയും പ്രതികരിച്ചവരെയും ഒക്കെ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ഭരണകൂടം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണകൂടം നടത്തിയിട്ടുണ്ട്. അത് ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരാവട്ടെ, സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരാകട്ടെ, പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാകട്ടെ, വിജിലൻസിലെ ഉദ്യോഗസ്ഥരാകട്ടെ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ട് അവസാനം നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കേട്ടതാണ്. അപ്പോൾ അഴിമതി സിസ്റ്റം വളർത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ഒരു ഭരണം നയിക്കുന്ന ആൾക്ക് അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അഴിമതി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കൂടെയാണ്. കാരണം അഴിമതി പണം കുറച്ച് പേരുടെ പോക്കറ്റിൽ പോകും, അത് മാസപ്പടിയായിട്ട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആയിട്ട് കുറച്ച് വ്യക്തികളുടെ ഇത് പോകണം. അപ്പോൾ ഈ സമത്വം, സാഹോദര്യം,
എന്നൊക്കെ കെട്ടിഘോഷിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയുടെ 13 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ. അപ്പോൾ എന്തോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതായത് പാർട്ടിയെ കേരളത്തിൽ നയിച്ച ആളാണ് 13 വർഷം. അതിനുശേഷം ഇപ്പോൾ 9 വർഷം അതിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടിരിക്കുന്ന ആള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആളാണ് എന്ന് പറയുന്നതിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് മാത്രമേ നമ്മൾ കരുതേണ്ടതുള്ളൂ. തിരുവായില്ല എന്നതാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സമത്വം, മാനവികത, മനുഷ്യത്വം, സാഹോദര്യം ഇതൊക്കെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് സ്ഥാപിതമായത് എന്നുള്ളതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ എസൻസ് അതാണ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 13 വർഷം കേരളത്തിൽ നയിച്ച, അതിനുശേഷം 9 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ നയിക്കുന്ന ഒരാൾ ഈ പൊതു പണം, എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കേണ്ട പണം കുറച്ച് പേരുടെ പോക്കറ്റിലേക്ക് പോകുന്ന ആ അസമത്വം വളർത്തുന്നതിൽ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളാണ് ലജ്ജിക്കേണ്ടത്. സാർ, അതേപോലെ തന്നെ ഇത് പാർട്ടിയെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികൾക്ക് മനസ്സിലാകുന്നില്ല? മാത്രവുമല്ല, നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം LDF-ന് കിട്ടുകയുണ്ടായി, അതും പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ. അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു മൈലേജ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് വിശിഷ്യ വ്യക്തിപരമായി പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു മൈലേജ് വളരെ വലുതാണ്. ഇപ്പോഴും അവർ പറയുന്നത് LDF വന്നാലേ, ആദ്യം പറഞ്ഞു LDF വരും എല്ലാം ശരിയാകും, അത് കഴിഞ്ഞ് ഉറപ്പാണ് LDF. ഇനി മൂന്നാമത്തെ ഹാട്രിക് ഭരണത്തിന് വേണ്ടി അവരുടെ ഒരു ക്യാപ്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ LDF വന്നാൽ മാത്രമേ ഇവിടെ, സാറ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച ഈ സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവും ഒക്കെ കേരള സമൂഹത്തിൽ വരൂ എന്ന് അവർ ഉറച്ച് പറഞ്ഞ അണികളെ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ പിണറായിക്ക് എതിരെ ഒരു തിരുവായ്ക്കൊരു എതിരെ ഒരു വാക്കില്ല. അതാണിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയമെന്ന് അവരുടെ പല നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇത്ര അധികം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ ചൊൽപ്പടി നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായി തന്നെ നമുക്കത് കാണണ്ടേ? 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ശ്രീ പിണറായി വിജയൻ ഭരണമേറ്റ ശേഷം ഇവിടുന്ന് ബഹ്റിനിലോ ഏതോ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലും കാരണത്താൽ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തോ 6 മാസത്തെ അവരുടെ ശമ്പളമോ എന്തോ ഇവിടെ ഫ്രീ ആയിട്ട് നൽകുമെന്നോ മറ്റോ അങ്ങനെ എന്തോ വിധത്തിലുള്ള അവർക്കൊരു സഹായം നൽകുമെന്ന ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷേ ആ പ്രഖ്യാപനം നടത്തിയതല്ലാതെ അത് നടപ്പാക്കിയില്ല. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അതുപോലെ നോക്കുകൂലി നിർത്തലാക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി. അടുത്ത കാലത്ത് നമ്മളൊരു വീട്ടമ്മ ടൈൽസ് ഇറക്കുന്ന ഒരു അത് അടുത്ത കാലത്ത് കണ്ടതാണ്. അപ്പം പ്രഖ്യാപനം നടത്തിയിട്ട് 5-8 കൊല്ലമായി. അപ്പോൾ ഇദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവും നടത്തുന്നില്ല, വെറും പ്രഖ്യാപനങ്ങൾ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുക. ഈ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴത്തേനും വലിയൊരു മീഡിയ കവറേജ് കിട്ടും, ജനങ്ങൾ അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാക്കും. അങ്ങനെ പ്രതീക്ഷയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു PR വർക്ക് നടത്തുന്ന ഇതിൽ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ PR വർക്കാണ് അദ്ദേഹത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല PR ഏജൻസികൾക്ക് പൈസയും കൊടുത്തിട്ട് അത് ഇവിടെയും വിദേശത്തുമൊക്കെയുള്ള PR പ്രാവീണ്യമുള്ളവർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു അഴിമതി സിസ്റ്റത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുറേ വ്യക്തികളുമൊക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. കാരണം ഈ അഴിമതി സിസ്റ്റം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകണമല്ലോ. അഴിമതി സിസ്റ്റത്തിന് ഒരു കോട്ടവും തരാതെ മുന്നോട്ട് പോകേണ്ടത് അഴിമതി നടത്തുന്ന കുറേ ആൾക്കാരുടെ, അത് ഈ നാട്ടിൽ ബ്രെയിൻ വാഷ് കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ PR വർക്കിൽ വീണു പോകാത്ത ആളുകൾക്കൊക്കെ അത് ആരൊക്കെയാണെന്ന് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തുടർഭരണം കിട്ടി അല്ലെ എന്തുകൊണ്ട് തുടർഭരണം, ഇനിയും ഭരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന, എന്ന് പറയുന്ന, എന്ന് കരുതുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ 36 വർഷത്തോളം ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതേ പോളിറ്റ് ബ്യൂറോയുടെ നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരണം നടത്തി. ആ 36 വർഷം തുടർഭരണമായിരുന്നു അവിടെ നടത്തിയത്. ഇടയ്ക്ക് വേറെ ആരും കോൺഗ്രസ്സോ വേറെ ആരും ഭരിച്ചില്ല. അതിനുശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് പിന്നീട് അവർ ഭരണത്തിൽ വന്നത്. പക്ഷേ ആ പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിൽ പൊറോട്ട അടിക്കാനും ഇവിടുത്തെ ഫാക്ടറി ജോലി ചെയ്യാനും എത്രയധികം ആൾക്കാരാണ്
കേരളത്തിലേക്ക് വെറും കൂലിപ്പണിക്കാരായിട്ട് ജീവിക്കാൻ വേണ്ടി അവിടെ ജോലിയും കൂലിയും ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ബംഗാളിലെ ഒരു ജില്ലാ സെക്രട്ടറി ഇവിടെ പൊറോട്ട അടിക്കാൻ വന്നൊരു വാർത്ത. അല്ല, അത് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, അല്ലാത്ത എല്ലാവരും. അതിൻ്റെ അർത്ഥം അവിടെ ദാരിദ്ര്യം കൊടികുത്തി വാണു. ഈ CPM 36 വർഷം തുടർഭരണം കിട്ടിയത് കൊണ്ട്. അതുപോലെ അവിടെ ഒരു വ്യവസായശാലകളും ജോലി നൽകുന്നതിന് മുന്നോട്ട് പോയില്ല. അതുപോലെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കംപ്ലീറ്റ് ഒരു കാലഹരണപ്പെട്ടതായി പോയി. ഈ തുടർഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെസ്റ്റ് ബംഗാളിൽ കിട്ടി എന്നുള്ളത് കണ്ണു തുറന്ന് കാണുന്ന ഏത് മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതേ ഒരു ആശയങ്ങളും അതേ മാർഗങ്ങളുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർഭരണം കേരളത്തിൽ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് പറ്റിയ അതേ ദുരവസ്ഥ നമുക്കും പറ്റില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങില്ല എന്നെങ്കിലും. കാരണം അതിന് മാത്രമുള്ള വിവരവും വിദ്യാഭ്യാസവും ഒരു തിരിച്ചറിവും ഒക്കെ നമ്മുടെ മലയാളിക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ബംഗാളിൽ CPMൻ്റെ അധീശത്വത്തെ മറിച്ചിടാൻ ഒരു മമതാ ബാനർജി ഉദയം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പല വിഷയങ്ങളിലും അവർ 10 തട്ടിലാണ്. 5 പേരുണ്ടെങ്കിൽ 10 തട്ടിലാണ്. മാത്രമല്ല അവരെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോഴത്തെ ആരോപണങ്ങൾ, അതിലേക്കൊന്നും നമ്മൾ ഒരു മസാല കഥകളായതുകൊണ്ട് അതിലേക്കൊന്നും യാതൊരു താല്പര്യപ്പെടുന്നുമില്ല. പ്രേക്ഷകർക്ക് അത് കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. സാറേ, അവിടെ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കാണാൻ പോകുന്നത് BJP ആണോ? സ്വാഭാവികമായിട്ടും അങ്ങ് BJPക്ക് വേണ്ടി മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ BJPയോട് കാലക്രമേണ വലിയ തോതിൽ അയിത്തം പ്രഖ്യാപിച്ചിരുന്ന ക്രൈസ്തവ സഭകൾ, മറ്റേ മത ന്യൂനപക്ഷങ്ങൾ, മാത്രമല്ല ചില ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ചില സമുദായ സംഘടനകളൊക്കെ തന്നെ BJPയിൽ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. മാത്രമല്ല BJP ഇപ്പോൾ വലിയ തോതിൽ അവരുടെ സംഘടനാ മെഷീനറിയെല്ലാം ഉടച്ചു വാർത്ത് ജില്ലകളൊക്കെ തന്നെ, റവന്യൂ ജില്ലകളൊക്കെ തന്നെ രണ്ടായിട്ടൊക്കെ ഭാഗിച്ച് വർക്ക് ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ പ്രദേശത്ത് അവർ വർക്കിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചിട്ടയായ ഒരു പ്രവർത്തനം BJPയെ കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പതിവില്ലാതെ ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന, അല്ല നിർദ്ദേശം നൽകി മുന്നിൽ നിൽക്കുന്ന RSS എന്നുള്ളൊരു സംഘടനയാണ്. സ്വാഭാവികമായും ആ ഒരു തരത്തിലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സായിട്ട് കേരളത്തിലെ ജനങ്ങൾ BJPയെ കാണുന്നുണ്ടോ? സാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കേരളത്തിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് LDF UDF, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, ഇവരാണ് തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ചതുപോലെ തുടർച്ചയായി ഇവിടെ UDF LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ കോൺഗ്രസിൻ്റെ മുന്നണിയും മറ്റു പാർട്ടികളുടെ മുന്നണിയും, ഇപ്പോൾ ബീഹാറിലാണ് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, ഉത്തർപ്രദേശിൽ ഇദ്ദേഹത്തിൻ്റെ യാദവിൻ്റെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, അദ്ദേഹം തുടങ്ങിയ പാർട്ടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തെലുങ്ക് ദേശം പാർട്ടി ആന്ധ്രാപ്രദേശിൽ, അതുപോലെ അകാലിദൾ പോലെയുള്ള പാർട്ടികൾ പഞ്ചാബിൽ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവിടുത്തെ മനുഷ്യർ ഒരു മാറ്റം വരുത്തി. ഇത് 1980 സ്ഥാപിതമായ വളരെ യങ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് ഭരിക്കാനുള്ള ഒരു അവസരം, മറ്റുള്ളവർ ഭരിച്ചത് മതി, അതല്ല നമുക്ക് വേണ്ടത് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് BJP എന്ന പാർട്ടിയെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട്. BJPയുടെ മുന്നണിയോ 19 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരണത്തിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഭരണത്തിലും 11ാമത്തെ വർഷം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 3 തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ ജനങ്ങൾ BJP ഭരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം, അല്ലെ BJP നേതൃത്വം നൽകുന്ന മുന്നണി ഭരിച്ചാൽ മതി എന്നുള്ള ഒരു വിധിയെഴുത്താണ് ഇന്ത്യയിലെ പൊതുജന താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു പൊതുജന താല്പര്യം ഇന്ത്യയിലൊട്ടാകെ എന്താണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നുണ്ടോ? അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJP ഇനിയിപ്പോൾ അതിനെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് കരുതുന്നുണ്ടാവുമോ?
കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് തീർച്ചയായിട്ടും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളേറെ മുന്നിലാണ് അംഗസംഖ്യയിലും പിന്നെ ഒരു ഭരണം നടത്തുന്ന ഒരു കഴിവിലും അതിൻ്റെ നേതൃത്വത്തിലുമൊക്കെ. അതിൻ്റെ നേതൃത്വം എന്ന് പറയാൻ കാര്യം BJP ഇതിനു മുമ്പ് വാജ്പേയിയുടെ ഭരണത്തിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷം കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് അത് കുറച്ച് അകലെയുള്ളൊരു കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്ത് 2014 ഇന്ത്യ ലോകശക്തികളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. അതിനെ ഇപ്പോൾ നമ്മൾ 4ാം സ്ഥാനത്ത് ഈ 10 വർഷം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ അത് തീർച്ചയായിട്ടും BJPയുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ മുകളിലോട്ട് ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ ചലഞ്ച് വെല്ലുവിളി കൂടിക്കൂടി വരുമല്ലോ. അത്ര എളുപ്പമല്ല. 10ൽ നിന്ന് 9 ആകാൻ എളുപ്പമാണ്, 10ൽ നിന്ന് 8 ആകാൻ എളുപ്പമാണ്. പക്ഷേ 5ൽ നിന്ന് 4 ആകാൻ അത്ര എളുപ്പമല്ല. 4ൽ നിന്ന് 3 ആകാൻ അതിനേക്കാളും ദുഷ്കരമായിരിക്കും. അതുപോലെ 3ൽ നിന്ന് 2 ആകാൻ അതിനേക്കാൾ ഏറ്റവും വലിയ ദുഷ്കരമായിരിക്കും. അപ്പം അങ്ങനെ ദുഷ്കരമായ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് കേരളത്തിലെ അത്യാവശ്യം വായിക്കുകയും അത്യാവശ്യം വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും അതിനുള്ള ഒരു ബുദ്ധിയും കാഴ്ചപ്പാടും ഒക്കെയുള്ള വ്യക്തികളാണല്ലോ മലയാളികൾ. അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കേരളത്തിലും ഗുണകരമായിട്ട് വരും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. സാറേ, നമുക്കറിയാം BJPയുടെ മാതൃസംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. 1925 നാഗ്പൂരിലെ മോഹിതാവാഡയിൽ ഡോക്ടർ കേശവ് ബിർള ഹെഡ്ഗേവാർ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനം 100 വർഷത്തിനിപ്പുറത്ത് ഈ 2025 ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വലിയൊരു വടവൃക്ഷമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, RSSൻ്റെ ജന്മദേശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വടക്കേ ഇന്ത്യയിലല്ല RSSന് ഏറ്റവും കൂടുതൽ അവരുടെ ഏറ്റവും സംഘടന വളർന്ന ശാഖാ പദ്ധതി, ഇത് ഏറ്റവും അധികം ശാഖകളുള്ളത്, ദൈനംദിന ശാഖകളുള്ളത് കേരളത്തിലാണ്. പക്ഷേ RSS അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട സമയത്ത് പോലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും RSSൻ്റെ ശാഖകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും ഇവിടെ കർസേവയിൽ നിന്ന് പങ്കെടുത്ത നിരവധി ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അത്രമാത്രം സംഘടനാപരമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ RSSന് സ്വാധീനമുള്ള ഈ കേരളത്തിൽ BJPക്ക് ഈ പൊളിറ്റിക്കലി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. ഒരു രാജഗോപാലേട്ടനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒക്കെ മാറ്റി നിർത്തിയാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPയുടേതായിട്ടുള്ള മേന്മയിലും ഭരിക്കുന്നുമുണ്ട്. പാലക്കാടൊക്കെ ഉദാഹരണം, പന്തളവും ഉദാഹരണമാണ്. പക്ഷേ സാറേ, BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റി നിർത്താനാകാത്തൊരു പൊളിറ്റിക്കൽ പവറായി BJP മാറണമെങ്കിൽ RSSൻ്റെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമല്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് RSSൻ്റെ ഒരു പ്രചാരകനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ BJP ഇതുവരെ ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം രാജഗോപാൽ ഇവിടെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നേമത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. വോട്ട് ഷെയർ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല താഴോട്ട് പോവുകയല്ല. അതായത് അതിൻ്റെ അർത്ഥം ഒരു പ്രോഗ്രസ് കർവിലാണ് BJP എന്നുള്ളതാണ്. അപ്പോൾ അത് വോട്ട് ഷെയറിനെ ഇനി സീറ്റ് ഷെയർ ആക്കണം എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അത് തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. വോട്ട് ഷെയർ നിന്ന് സീറ്റ് ഷെയർ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. ആദ്യം ഇത്രയും കാലം BJP നയിച്ചിരുന്നവർ കേരളത്തിൽ വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവർ വിജയിച്ചിട്ടുണ്ട്, വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് ഷെയറിൽ നിന്ന് സീറ്റ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ തീർച്ചയായിട്ടും സീറ്റ് ഷെയർ കൂടും. അതൊരു കാര്യം. 2, കേരളത്തിൽ BJP ഇതുവരെ ഭരണത്തിൽ വന്നില്ല എന്നുള്ളതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇതുവരെ BJP ഭരണത്തിൽ വന്നിട്ടില്ല. അവിടെ കേരളം പോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ഭരണം കഴിഞ്ഞ ശേഷം BJPക്ക് വരാൻ പറ്റിയിട്ടില്ല. അവിടെ BJP ഉണ്ട്, അവിടെ BJPക്ക് MPമാരും MLAമാരും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെയും പ്രതിപക്ഷത്ത് മാത്രമേ ഇരിക്കാനേ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. ജമ്മു ആൻഡ് കാശ്മീരിൽ BJPയും കൂടിയ ഒരു മുന്നണി അവിടെ അധികാരത്തിൽ വന്നിരുന്നെങ്കിലും BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ പറ്റിയിട്ടില്ല. സംസ്ഥാനമായിരുന്ന സമയത്ത് പറ്റിയിട്ടില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിൽ, അങ്ങനെ തമിഴ്നാട്ടിൽ അതേപോലെ BJPക്ക് MLAമാരുണ്ട്, MPമാരുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഒരു ഭരണത്തിൽ ആകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ BJPക്ക് ഭരണത്തിൽ ആകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്,
അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് ഷെയറിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളുണ്ട്. അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിനും ഒരു പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം പല കാര്യങ്ങളിലുള്ള പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ആ പ്രത്യേകതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതുവരെ ഇവിടെ തുടർന്നു വന്ന ഭരണത്തിൻ്റെ ആ ഒരു എന്താ പറയുക നെഗറ്റീവ്സും ഉണ്ട്. ദുർഭരണം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഭരണം വഴുതി മാറിയതുകൊണ്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് ഒരു ബദലായിട്ട് BJP ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ ബദലായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് BJP ഭരണമേൽപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും. കാരണം ഇവരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഭരിച്ച ആ ദുർഭരണത്തെ പോലെ ആവില്ല, നല്ല ഭരണമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള നേതൃത്വം ഇന്ന് BJPക്കുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തോടു കൂടി ഇനി വരുന്ന ഇലക്ഷനുകളിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. ഇനി രണ്ടാമത് RSS 100 വർഷം ആയിട്ട് അതിൻ്റെ വിജയഗാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. കേരളത്തിൽ തീർച്ചയായിട്ടും കുറേയധികം ശാഖകളുണ്ട്. RSSൻ്റെ ശക്തി ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ശാഖകളിലാണ്. അതിൻ്റെ പ്രവർത്തനം ശാഖകളിൽ കൂടിയാണ്, അല്ലാതെ വേറെ മുകളിലല്ല. ഏറ്റവും അധികം ശാഖകളുള്ള ഉത്തർപ്രദേശിലാണ്, രണ്ടാമത് കേരളത്തിലാണ്. കാരണം ഉത്തർപ്രദേശ് നമ്മളെക്കാളും എത്രയോ കൂടുതൽ ജനസംഖ്യയും ഭൂവിസ്തീർണമുള്ള സ്ഥലമാണ്. കേരളം ചെറിയൊരു സംസ്ഥാനമാണെങ്കിലും നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ വളരെ മുമ്പിലാണ്. പോപ്പുലേഷൻ വൈസും സ്ഥലം വൈസും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്പർ 1 ആണ് തീർച്ചയായിട്ടും. പക്ഷേ RSS ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സേവനത്തിലാണ്, രാഷ്ട്ര നിർമ്മാണത്തിലാണ്. ഈ രാഷ്ട്രത്തിനൊരു കുഴപ്പവും പറ്റരുത്, രാഷ്ട്രം മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്നതിൽ നമ്മുടെ ഒരു തനതായ ഒരു സംസ്കാരം, അതിനും ഒരു കോട്ടവും പറ്റരുത്. അപ്പോൾ അങ്ങനെ വളരെ ഉറച്ച മൂല്യബോധമുള്ള ലക്ഷ്യബോധമുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്, സന്നദ്ധ സേവനത്തിലൂന്നിയ ഒരു സംഘടനയാണ് RSS. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാര്യങ്ങൾ ശരിയായ ദിശയിൽ തന്നെ ഉടനടി പോകും.